ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ക്യാരക്ടർ സെറ്റ്, ടോക്കൻസ്, ഐഡൻറ്റിഫയേഴ്സ് ആൻഡ് കോൺസ്റ്റൻസ്. ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് വേരിയബിൾസ് ആൻഡ് ഡാറ്റ ടൈപ്സ് എന്തുവാന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വേരിയബിൾസ്. വേരിയബിൾസ് മീൻസ് ഇറ്റ്സ് എ ഡാറ്റ നെയിം ദാറ്റ് മേ ബി യൂസ്ഡ് ടു സ്റ്റോർ എ ഡാറ്റ വാല്യൂ. അതായത് നമ്മുടെ നോർമലി ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പോൾ ഇൻപുട്ട് വാല്യൂസ് ഒക്കെ കൊടുക്കും. ഈ ഇൻപുട്ട് വാല്യൂസിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻസിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, അൺലൈക്ക് കോൺസ്റ്റൻസ് ദാറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം, എ വേരിയബിൾ മേ ടേക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. അതായത് വേരിയബിൾസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചേഞ്ച് ചെയ്യാം, ചേഞ്ച് ചെയ്യാണ്ടിരിക്കാം. കോൺസ്റ്റൻ്റ് പോലെ സെയിം ആയിരിക്കില്ല. എന്തായാലും വേരിയബിൾസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓരോ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേരിയബിൾസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന പറയുന്നത്. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ആവറേജ്, ഹൈ, ടോട്ടൽ, എക്സെട്ര. ദീസ് ആർ സം എക്സാമ്പിൾസ് ഫോർ വേരിയബിൾസ്. നെക്സ്റ്റ്, റൂൾസ് ഫോർ നെയിമിംഗ് ദ വേരിയബിൾസ്. ലാസ്റ്റ് ക്ലാസ്സിൽ റൂൾസ് ഫോർ നെയിമിംഗ് ദ ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേരിയബിൾസ് നെയിമിംഗ് ചെയ്യാനും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് റൂള്, അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഓൾവേസ് ബിഗിൻ വിത്ത് ലെറ്റേഴ്സ്. ലെറ്റേഴ്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സ്റ്റാർട്ടിങ് ക്യാരക്ടർ എപ്പോഴും ലെറ്റർ ആയിരിക്കണം. ലെറ്റർ ഓർ അണ്ടർസ്കോർ, ഇതിലേതെങ്കിലും ഒന്നാകാം. ഡിജിറ്റ്സ് ആവാൻ പാടില്ല. വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പം അല്ലെങ്കിൽ വേരിയബിൾ നമ്മൾ നെയിം ചെയ്യുമ്പം അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ലെറ്ററോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ ആയിരിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ദ ലെങ്ത് ഓഫ് എ വേരിയബിൾ മസ്റ്റ് നോട്ട് ബി മോർ ദാൻ 8 ക്യാരക്ടേഴ്സ്. വേരിയബിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 ക്യാരക്ടേഴ്സിന് കൂടാൻ പാടില്ല. 8 ക്യാരക്ടർ മാക്സിമം 8 ക്യാരക്ടേഴ്സ് ആയിരിക്കണം. വൈറ്റ് സ്പേസ് ഒന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ കീവേഡിന് നമുക്ക് വേരിയബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. Like that, it should not contain any special characters. These are the rules for naming the variables. ഇനി നമുക്ക് നോക്കാം. ഇത് ഈ തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ 1 2 3 ബ്രാക്കറ്റിനകത്ത് ഏരിയ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്, ദീസ് ആർ സം എക്സാമ്പിൾസ് ഫോർ ഇൻവാലിഡ് വേരിയബിൾ നെയിംസ്. ഇൻവാലിഡ് ആയിട്ടുള്ള വേരിയബിൾ നെയിംസിനുള്ള എക്സാമ്പിൾസാണ് ഈ തന്നിരിക്കുന്നത്. ഇൻവാലിഡാണെന്ന് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ, വേരിയബിൾ നെയിമിങ്ങിൻ്റെ ഫസ്റ്റ് റൂൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇൻവാലിഡ് ആണെന്ന്. ഫസ്റ്റ് റൂൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇറ്റ് ഓൾവേസ് ബിഗിൻ വിത്ത് ലെറ്റർ ഓർ അണ്ടർസ്കോർ. നമുക്കിതിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൽ ലെറ്റർ ഒന്നും അല്ല, ഡിജിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഇൻവാലിഡ് ആയിട്ടുള്ള വേരിയബിൾസ് ആണെന്ന് പറയാം. നെക്സ്റ്റ്, വേരിയബിൾ ഡിക്ലറേഷൻ. നമ്മൾ ബേസിക് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം പറഞ്ഞപ്പം അതിൽ ആ ബേസിക് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാമിംഗ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ ഫംഗ്ഷൻ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻലി 2 പാർട്സാണ് ഉള്ളതെന്ന്. ഫസ്റ്റ് വൺ ഡിക്ലറേഷൻ പാർട്ടും സെക്കൻഡ് വൺ എക്സിക്യൂട്ടബിൾ പാർട്ടും. ഈ എക്സിക്യൂട്ടബിൾ പാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസിനെയും ഡിക്ലറേഷൻ പാർട്ടിൽ ഡിക്ലെയർ ചെയ്യണമെന്നാണ് അന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മെയിനിൽ 2 പാർട്സാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു, ഡിക്ലറേഷൻ പാർട്ട് ആൻഡ് എക്സിക്യൂട്ടബിൾ പാർട്ട്. ഈ എക്സിക്യൂട്ടബിൾ പാർട്സിൽ യൂസ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസിനെയും ഡിക്ലറേഷൻ പാർട്ടിൽ ഡിക്ലെയർ ചെയ്യണം അല്ലെങ്കിൽ മെൻഷൻ ചെയ്യണം. അതിനാണ് നമ്മൾ ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾ വേരിയബിൾസ് മസ്റ്റ് ബി ഡിക്ലെയർഡ് ബിഫോർ they can appear in executable statements. അതായത് എക്സിക്യൂട്ടബിൾ പാർട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ വേരിയബിൾസിനെ എല്ലാം ഡിക്ലെയർ ചെയ്തിരിക്കണം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, എ വേരിയബിൾ ഈസ് എ വാലിഡ് ഐഡൻറ്റിഫയർ യൂസ്ഡ് ഫോർ നെയിമിംഗ് ആൻഡ് ഡിക്ലെയറിംഗ് അറേസ്, ഫങ്ഷൻസ് ആൻഡ് പോയിന്റേഴ്സ്. അതായത് വേരിയബിൾസ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫയേഴ്സ് ആണ്. വേരിയബിൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അറേസിനെയും ഫങ്ഷൻസ്, പോയിന്റേഴ്സ് ഇവയൊക്കെ നെയിമിങ് ചെയ്യാനും ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്
വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ദാറ്റ് ഓൾ വേരിയബിൾ ഡിക്ലറേഷൻ ഷുഡ് എൻഡ് വിത്ത് സെമിക്കോളൻ. എല്ലാ വേരിയബിൾ ഡിക്ലറേഷനും എൻഡ് ചെയ്യുന്നത് ഒരു സെമിക്കോളൻ വെച്ചിട്ടാണ്. നമുക്ക് സിൻടാക്സ് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ തന്നിരിക്കുന്നതാണ് വേരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വേണമെന്ന് ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ഓർ ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ. നമുക്ക് രണ്ട് രീതിയിൽ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാം. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം, അതായത് ഏത് ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വേരിയബിൾ നെയിം കൊടുക്കുക. അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് പറഞ്ഞിട്ട്, അതായത് ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് വേരിയബിളിന് മെൻഷൻ ചെയ്തിട്ട് ആ വേരിയബിളിന് ഒരു പർട്ടിക്കുലർ വാല്യൂ, ഇനിഷ്യലി ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ എന്ന് പറയുന്നത്. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇൻ്റ് ആവാം, ക്യാർ ആവാം, ഫ്ലോട്ട് ആവാം, ഡബിൾ ആവാം. അതൊക്കെ എന്തുവാണെന്ന് ഓരോന്നും ഇനി നമുക്ക് അങ്ങോട്ടുള്ള ക്ലാസ്സിൽ പഠിക്കാം. ഇൻ്റ് മീൻസ് ഇൻറ്റിജർ, ക്യാർ മീൻസ് ക്യാരക്ടർ, ഫ്ലോട്ട് മീൻസ് ഫ്ലോട്ടിംഗ് പോയിൻ്റ്, ഡബിൾ മീൻസ് ഡബിൾ പ്രിസിഷൻ. അതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് അങ്ങോട്ടുള്ള ക്ലാസ്സിൽ പഠിക്കാം. ഡാറ്റ ടൈപ്സ് പഠിക്കുമ്പം കൂടുതൽ പഠിക്കാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേരിയബിൾ ഡിക്ലറേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഫോർ ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലറേഷൻ ഇൻറ്റ് എ. ഇൻറ്റ് എ മീൻസ് ഇൻറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ്, എ മീൻസ് വേരിയബിളിൻ്റെ നെയിം, ഇൻറ്റ് എ. ഫോർ ക്യാരക്ടർ വേരിയബിൾ ഡിക്ലറേഷൻ ക്യാർ സി. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വേരിയബിൾസ് ആണെങ്കിൽ ഫ്ലോട്ട് എഫ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ഡബിൾ പ്രിസിഷൻ വേരിയബിൾ ഡിക്ലറേഷൻ ആണെങ്കിൽ ഡബിൾ ഡി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ എന്നൊക്കെ പറയുന്നത് ഡാറ്റ ടൈപ്സ് ആണ്. ഈ എയും സി, എഫ് ആൻഡ് ഡി എന്ന് പറയുന്നത് വേരിയബിൾ നെയിംസും ആണ്. വേരിയബിൾ ഡിക്ലറേഷൻ സിൻടാക്സ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ഈക്വൽ ടു പർട്ടിക്കുലർ വാല്യൂ. ആ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഡാറ്റ ടൈപ്പ് നെയിം ഈക്വൽ ടു 10 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വേരിയബിളിന് ഇനിഷ്യലി നമ്മൾ 10 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു എന്നാണ്. നെക്സ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. C language includes a number of input-output functions. The header files required by the standard input-output library function is called stdio.h. അതായത് സി പ്രോഗ്രാമിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻപുട്ട്-ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഉണ്ട്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ലൈബ്രറി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട്-ഔട്ട്പുട്ട് ലൈബ്രറി എന്ന് പറയുന്നത് stdio.h ആണ്. നെക്സ്റ്റ് സം എക്സാമ്പിൾ ഫങ്ഷൻസ് ആണ്. ഈ ഇൻപുട്ട് ഔട്ട്പുട്ടിനുള്ള സം എക്സാമ്പിൾ ഫങ്ഷൻസ് ആണ് ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ, സ്കാൻഎഫ്, പ്രിൻറ്റ്എഫ്, ഗെറ്റ്സ്, പുട്സ്. ഈ പറഞ്ഞിരിക്കുന്നത് ഇതിൽ യൂസറിൽ നിന്നും ഒരു വാല്യൂ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൻ, ഗെറ്റ് ക്യാർ, ഗെറ്റ്സ് എന്ന ഫങ്ഷൻസൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂസറിന് നമ്മുടെ ഔട്ട്പുട്ട് വിസിബിൾ ആക്കാൻ വേണ്ടി, അതായത് യൂസറിന് വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുട്ട് ക്യാർ, പ്രിൻറ്റ്എഫ്, പുട്സ് വാല്യൂസൊക്കെ ഫങ്ഷൻസൊക്കെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് നമ്മൾ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു പ്രൈമറി ഡാറ്റ ടൈപ്പ്, derived data type and user defined data type. Primary data type എന്ന് പറയുമ്പോഴത്തേക്കും all C compilers accept the following fundamental data types: integer, character, floating point, double precision floating point and void. അതായത് ഞാൻ പറഞ്ഞു പ്രൈമറി ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇൻബിൽട്ട് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സിനെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇൻബിൽട്ട് മീൻസ് ഓൾറെഡി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പാക്കേജസ്, അതിനെയാണ് നമ്മൾ ഇൻബിൽട്ട് എന്ന് പറയുന്നത്.
ഇനി പ്രൈമറി ഡാറ്റ ടൈപ്പിനെ തന്നെ നമുക്ക് മെയിൻലി 5 ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റീജർ. ഇൻറ്റീജർ എന്ന് പറയുമ്പം നമ്മുടെ നോർമൽ ഇൻറ്റീജർ വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ഡാറ്റ ടൈപ്പാണ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിനെ ഇൻറ്റീജറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻറ്റ് എന്നാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ക്യാരക്ടർ ഫ്രം A to Z. നമ്മൾ ക്യാരക്ടർ സെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് ഫ്ലോട്ട് ആണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് റിയൽ നമ്പേഴ്സിനെയൊക്കെ ഹോൾഡ് ചെയ്യാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ്. ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് കീവേഡ് എന്ന് പറയുന്നത് ഡബിൾ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ഹയർ വാല്യൂസ്, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ്സ് യൂസ് ചെയ്യുന്നത്. വോയിഡ് മീൻസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വോയിഡ് യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് വാല്യൂ മെൻഷൻ ചെയ്യാൻ വേണ്ടിയല്ല, ഒരു ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ സൈസ് ആൻഡ് റേഞ്ച് ഓഫ് ഈച്ച് ഡാറ്റ ടൈപ്പ് ഈസ് ഗിവൻ ഇൻ ദ ടേബിൾ. അതായത് ഓരോ ഡാറ്റ ടൈപ്സിനും പർട്ടിക്കുലർ റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൻ്റെ ടേബിൾ, അത് ഓരോ ഡാറ്റ ടൈപ്പും ആ ഡാറ്റ ടൈപ്സിൻ്റെ കറസ്പോണ്ടിങ് റേഞ്ച് വാല്യൂസാണ് പറയുന്നത്. ക്യാർ എന്ന് പറയുമ്പം -128 to 127 വരെ റേഞ്ചാണ്. ഇൻറ്റിജർ എന്ന് പറയുമ്പം ഇൻറ്റിജർ വാല്യൂസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -32,768 to +32,767 വരെയാണ്. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ അപ്പം അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ വാല്യൂ റേഞ്ചസ് ഉണ്ട്. ഇൻറ്റിജർ വാല്യൂസ് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ റേഞ്ചിന് ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും ഇൻറ്റിജറായിട്ട് നമ്മൾ എടുക്കുന്നത്. ക്യാരക്ടറിനാണെങ്കിൽ -128 to +127 ഈ റേഞ്ചിലുള്ള വാല്യൂസിനെ ആയിരിക്കും നമ്മൾ ക്യാറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ ഡാറ്റ ടൈപ്സിനും അതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പ്രൈമറി ഡാറ്റ ടൈപ്പ്. ദ പ്രൈമറി ഡാറ്റ ടൈപ്പ് ആർ ഡിവൈഡഡ് ഇൻ ടു ദ ഫോളോയിങ്. പ്രൈമറി ഡാറ്റ ടൈപ്സിന് നമുക്ക് 4 ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ, ദെൻ ക്യാരക്ടർ, ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആൻഡ് വോയിഡ്. അതിൽ ഇൻറ്റിജർ ടൈപ്പ് മീൻസ് integers are whole numbers with a machine dependent range of values, and C has 3 classes of integer storage, namely short int, int and long int. Integer ടൈപ്പിന് തന്നെ നമുക്ക് 3 കാറ്റഗറൈസ് ചെയ്യാം: ഷോർട്ട് ഇൻറ്റ്, ഇൻറ്റ് ആൻഡ് ലോങ് ഇൻറ്റ്. ഷോർട്ട് ഇൻറ്റ് എന്ന് പറയുമ്പം ഇപ്പം ഇൻറ്റിജർ വാല്യൂസിൻ്റെ ഒരു പർട്ടിക്കുലർ റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ തൊട്ട് എവിടം വരെ വെച്ചാൽ -32,768 to +32,767 വരെ ഈ റേഞ്ചസിലുള്ള വാല്യൂസിനെ നമ്മൾ ഇൻറ്റിജർ എന്ന് പറയുന്നത്. അപ്പം ഈ റേഞ്ചിലും ചെറിയ റേഞ്ചിലുള്ള ഇൻറ്റിജർ വാല്യൂസിനെ നമ്മൾ ഷോർട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പർട്ടിക്കുലർ റേഞ്ചിലുള്ള വാല്യൂസിനെ നമ്മൾ ഇൻറ്റ് ആയിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യും. ഈ പറഞ്ഞ നോർമൽ ഇൻറ്റിജർ വാല്യൂസിൻ്റെ റേഞ്ചിൽ നിന്നും കുറച്ചുകൂടി കൂടിയ റേഞ്ചിലുള്ള വാല്യൂസിനെ നമ്മൾ ലോങ് ഇൻറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് ദീസ് ഡാറ്റ ടൈപ്സ് ഹാവിങ് സൈൻഡ് ആൻഡ് അൺസൈൻഡ് ഫോംസ്. എല്ലാത്തിനും സൈൻഡും അൺസൈൻഡ് ആയിട്ടുള്ള ഫോംസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഫോർ അൺസൈൻഡ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ, അൺസൈൻഡ് ഇൻറ്റിജേഴ്സിനാണെങ്കിൽ ഇപ്പം 8-bit ഇൻറ്റിജർ ആണെന്ന് വെച്ചാൽ ഒരു അൺസൈൻഡ് 8-bit ഇൻറ്റിജറിന് നമ്മളിപ്പം മീൻസ്
ഒരു അൺസൈൻഡ് ആയിട്ടുള്ള 8 ബിറ്റ് ഇൻറ്റിജറിനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 8 ബിറ്റ്സും അതിൻ്റെ വാല്യൂസ് ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഇൻ കേസ് ഓഫ് എ സൈൻഡ് ഇൻറ്റിജർ, ഇപ്പോൾ ഒരു 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എടുക്കുകയാണെങ്കിൽ, ഒരു സൈൻഡ് ഇൻറ്റിജറിൻ്റെ 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ റെപ്രസെൻറ്റിങ് ദ സൈൻ. ബാക്കി റിമൈനിങ് 7 ബിറ്റ്സ് ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു അൺസൈൻഡ് ബിറ്റിനെ അല്ലെങ്കിൽ അൺസൈൻഡ് ഇൻറ്റിജറിനെ നമ്മൾ അൺസൈൻഡ് ഇൻറ്റിജറിൻ്റെ വാല്യൂസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 8 ബിറ്റ്സും അതിൻ്റെ വാല്യൂ തന്നെയായിരിക്കും. ഇൻ കേസ് ഒരു സൈൻഡ് 8 ബിറ്റ് വാല്യൂ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ആ ഇൻറ്റിജറിൻ്റെ സൈൻ റെപ്രസെൻറ്റ് ചെയ്യാനും ബാക്കി ബിറ്റ്സ് എന്ന് പറയുന്നത് ആ ഇൻറ്റിജർ വാല്യൂ, അതായത് ആ ഇൻറ്റിജർ ഏതാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, എ ഷോർട്ട് ഇൻ റിക്വയർസ് ഹാഫ് ദ സ്പേസ് ദാൻ നോർമൽ ഇൻറ്റിജർ വാല്യൂസ് ആൻഡ് അൺസൈൻഡ് നമ്പേഴ്സ് ആർ ഓൾവേസ് പോസിറ്റീവ് ആൻഡ് കൺസ്യൂം ഓൾ ദ ബിറ്റ്സ് ഫോർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി നമ്പർ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അൺസൈൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് സൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാത്ത നമ്പേഴ്സിന് നമ്മൾ അൺസൈൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നോർമലി അൺസൈൻഡ് നമ്പേഴ്സിന് നമ്മൾ പോസിറ്റീവ് നമ്പർ ആയിട്ടാണ് കണക്കാക്കുന്നത്. പോസിറ്റീവ് നമ്പേഴ്സ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഇപ്പം ഒരു 8 ബിറ്റ് ഇൻറ്റിജർ വാല്യൂ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 8 ബിറ്റ്സ് ഇൻ ദ കേസ് ഓഫ് അൺസൈൻഡ് നമ്പേഴ്സ് അതിൻ്റെ ഈ 8 ബിറ്റും ആ ഇൻറ്റിജറിൻ്റെ വാല്യൂസിന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് എടുക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് എ അൺസൈൻഡ് നമ്പർ in the case of signed number, സൈൻഡ് നമ്പേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് സൈൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് വാല്യൂസിനെ ആയിരിക്കും. അപ്പം സൈൻ നമ്പറിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സൈൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. റിമൈനിങ് ബിറ്റ്സ് ആയിരിക്കും അതിൻ്റെ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സ്. Floating point numbers represent a real number with 6-digit precision. Floating point numbers are denoted by the keyword float, and when the accuracy of the floating point number is insufficient, we can use the double to define the number, and the double data type number use 64 bits giving a precision of 40 digits. അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് യൂഷ്വലി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് റിയൽ നമ്പേഴ്സ്. യൂഷ്വലി റിയൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിൻ്റെ കീവേഡ് എന്ന് പറയുന്നത് ഫ്ലോട്ടാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിൻ്റെ ആക്യുറസി ഇൻസഫിഷ്യൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതിനെ ഡബിൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിൻ്റെ ആക്യുറസി ഇൻസഫിഷ്യൻ്റ്, ഈ ആക്യുറസി എത്ര പോരാന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ആക്യുറസി കൂട്ടാൻ വേണ്ടി നമുക്കതിനെ ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. ദ ഡബിൾ ഡാറ്റ ടൈപ്പ് നമ്പർ യൂസസ് 64 ബിറ്റ്സ് ഗിവിംഗ് എ പ്രിസിഷൻ ഓഫ് 40 ഡിജിറ്റ്സ്. നെക്സ്റ്റ്, ക്യാരക്ടർ ടൈപ്പ്. A single character can be defined as a character type of data. Characters are usually stored in 8 bits of internal storage, and the qualifier signed or unsigned can be explicitly applied to char. While unsigned characters have a value between 0 and 255, then signed characters have the value from -128 to 127. അതായത് ക്യാരക്ടേഴ്സ് നോർമലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫോർ ഹോൾഡിങ് ദ ക്യാരക്ടേഴ്സ് ഫ്രം എ ടു സെഡ് വരെയുള്ള എ മുതൽ സെഡ് വരെയുള്ള ക്യാരക്ടേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാരക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ കോമ്പിനേഷൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഓർ സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് വരുന്നതെങ്കിൽ സ്ട്രിങ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ക്യാരക്ടർ അറേസ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിങ്.
ഇപ്പോൾ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്ട്രിങ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാരക്ടർ അറേ യൂസ് ചെയ്യാം എന്തിനാണ് ഫോർ സ്റ്റോറിങ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വോയിഡ് ടൈപ്പ്. ദ വോയിഡ് ടൈപ്പ് ഹാസ് നോ വാല്യൂസ്. യൂസിങ് void data type we can specify the type of a function. The type of a function is said to be void when it does not return any values to the calling function. അതായത് void എന്ന് പറയുമ്പം അവിടെ വാല്യൂസ് ഒന്നും പ്രത്യേകിച്ചില്ല. വോയിഡ്സ് നോർമലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോയിഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വോയിഡ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനിൽ നമ്മൾ ആ ഫംഗ്ഷനിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷനിൽ നമുക്ക് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ വോയിഡ് എന്ന് മെൻഷൻ ചെയ്യാം. The type of a function is said to be void when it does not return any values to calling a function, to calling the function. അതായത് ഒരു ഫംഗ്ഷൻ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റിട്ടേൺ ചെയ്യാൻ വാല്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ വോയിഡ് എന്ന് മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി ഡാറ്റ ടൈപ്പിൻ്റെ ഡിക്ലറേഷനാണ്. ദ ജനറൽ ഫോർമാറ്റ് ഓഫ് എനി ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് പിന്നെ വേരിയബിൾ നെയിമാണ്. ഇപ്പം ഇവിടെ തന്നിരിക്കുന്ന നോക്കൂ, ഡാറ്റ ടൈപ്പ് v1 v2 v3 അപ് ടു vn വരെ പോയിട്ടുണ്ട്. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒന്നുകിൽ ഇൻറ്റ് ആവാം, ക്യാർ ആകാം, ഫ്ലോട്ട്. ഡാറ്റ ടൈപ്സ് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ടിൽ ഏതെങ്കിലുമൊക്കെ ആവാം. ഈ v1 v2 v3 അപ് ടു vn വരെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് വേരിയബിൾസ് നെയിമാണ്. അപ്പം പ്രൈമറി ഡാറ്റ ഡിക്ലറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പും പിന്നെ വേരിയബിൾ നെയിംസും ആയിരിക്കും പറയുന്നത്. ഈ വേരിയബിൾസൊക്കെ സെപ്പറേറ്റഡ് ബൈ എ കോമ ആൻഡ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് എൻഡ് വിത്ത് സെമിക്കോളൻ. നേരത്തെ പറഞ്ഞ കാര്യമാണ്, വേരിയബിൾസിനെ നമ്മളിപ്പം സ്പെസിഫൈ ചെയ്തിരിക്കുന്ന വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കോമ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ എ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് ഒരു സെമിക്കോളൻ വെച്ചിട്ടാണ്. എക്സാമ്പിളാണ് പ്രൈമറി ടൈപ്പ് ഡിക്ലറേഷൻ്റെ ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ഇൻറ്റ് സമ്മ്, ഇൻറ്റ് നമ്പർ, സാലറി, ഡബിൾ ആവറേജ്, മീൻ ആൻഡ് എക്സെട്ര. ഇൻറ്റ് സമ്മ് എന്ന് പറയുമ്പോൾ ഇൻറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്, സം എന്ന് പറയുന്നത് വേരിയബിൾ നെയിമാണ്. അതുപോലെ തന്നെ ഇൻറ്റ് നമ്പർ, സാലറി എന്ന് പറയുന്നത് ഇൻറ്റ് സ്പെസിഫൈ ചെയ്യുന്നത് ഡാറ്റ ടൈപ്പിനെയാണ്, നമ്പർ ആൻഡ് സാലറി എന്ന് പറയുന്നത് വേരിയബിളിനെയാണ്. സെയിം ആസ് ഡബിൾ എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് ആൻഡ് ആവറേജ്, മീൻ എന്ന് പറയുന്നത് വേരിയബിൾസാണ്. നെക്സ്റ്റ് ഈസ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. ബ്രോഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ് നമ്മൾ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. മെയിൻലി 4 ടൈപ്സ് ഓഫ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ആണുള്ളത്: ഫങ്ഷൻ, അറേ, പോയിൻറ്റേഴ്സ് and references. Function means a function is a block of code or program segment that is defined to perform a specific well-defined task. ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു സിയിലൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്താണ് നമ്മൾ പ്രോഗ്രാം എല്ലാം റൈറ്റ് ചെയ്യുന്നത്. അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂഷ്വലി നമുക്ക് ചെയ്യേണ്ട ടാസ്കുകളെല്ലാം ഈ ഫംഗ്ഷനകത്തായിരിക്കും സ്റ്റേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്നത്. എ ഫംഗ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ഓർ പ്രോഗ്രാം സെഗ്മെൻറ്റ് ദാറ്റ് ഈസ് ഡിഫൈൻഡ് ടു പെർഫോം എ സ്പെസിഫിക് വെൽ ഡിഫൈൻഡ് ടാസ്ക്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സിനെല്ലാം നമ്മൾ എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദ ലൈൻസ് ഓഫ് കോഡ് ആർ പുട്ട് ടുഗെദർ ഇൻസൈഡ് എ സിംഗിൾ ഫംഗ്ഷൻ ആൻഡ് ദിസ് ക്യാൻ ബി കോൾഡ് എനിവെയർ റിക്വയർഡ്. അതായത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട എല്ലാ ലൈൻ ഓഫ് കോഡ്സും ഒരുമിച്ച് ഒരു സിംഗിൾ ഫംഗ്ഷനകത്തായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും വിളിക്കാം. എവിടെയെങ്കിലും നമുക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ നമുക്ക് അവിടെ കോൾ ചെയ്യാമെന്നാണ് പറയുന്നത്. മെയിൻ ഈസ് എ ഡിഫോൾട്ട് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ എവരി പ്രോഗ്രാം ഓഫ് സി.
ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് സിയിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം എഴുതണം എന്നുണ്ടെങ്കിൽ മെയിൻ ഫങ്ഷൻ മസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സിയിൽ ഒരു മെയിൻ എന്ന് പറയുന്നത് ഒരു ഡിഫോൾട്ടായിട്ടുള്ള ഫങ്ഷനാണ്, അതെന്തായാലും മസ്റ്റാണ്. ഇനി ഈ ഫങ്ഷൻ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് വെച്ചാൽ ഫങ്ഷൻ ടൈപ്പ്, ഫങ്ഷൻ നെയിം ആൻഡ് പാരാമീറ്റേഴ്സ്, ഇങ്ങനെയാണ് ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. ഫങ്ഷൻ ടൈപ്പ്, ഫങ്ഷൻ നെയിം, ദെൻ പാരാമീറ്റേഴ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സി പ്രോഗ്രാമിൻ്റെ മെയിൻ ഫങ്ഷൻ വോയിഡ് മെയിൻ എന്ന് പറയുന്നത്, വോയിഡ് എന്ന് പറയുന്നത് ഫങ്ഷൻ ടൈപ്പാണ്, മെയിൻ എന്ന് പറയുന്നത് ഫങ്ഷൻ്റെ നെയിമാണ്, ദെൻ പാരാമീറ്റേഴ്സ് ബ്രാക്കറ്റിനകത്തായിരിക്കും കൊടുക്കുന്നത്. നെക്സ്റ്റ് അറേ. അറേ മീൻസ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എലമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. ആൻഡ് അറേ ഈസ് എ കളക്ഷൻ ഓഫ് ഐറ്റംസ് സ്റ്റോർഡ് അറ്റ് എ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. ദ ഐഡിയ ഓഫ് അറേ ഈസ് ടു റെപ്രസെൻറ്റ് മെനി ഇൻസ്റ്റൻസ് ഇൻ വൺ വേരിയബിൾസ്. അതായത് അറേ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സിന് നമുക്ക് അറേയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സിംഗിൾ വാല്യൂ ആയിരിക്കില്ല, ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഈ അറേനെ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പ്, അറേനെ സൈസ്, ഇതാണ് അറേയുടെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അറേ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം, അറേയുടെ പേര് സ്പെസിഫൈ ചെയ്യണം, പിന്നെ അറേയുടെ സൈസ് സ്പെസിഫൈ ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്ക്. ഇൻറ്റ് നം സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ എപ്പോഴും സൈസ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇൻറ്റ് നം സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 10. ഇൻറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്, അറേയുടെ നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മാണ്, സൈസ് എന്ന് പറയുന്നത് ഇവിടെ 10 ആണ് കൊടുത്തിരിക്കുന്നത്. സൈസ് എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് റെഫറൻസസ്. വെൻ എ വേരിയബിൾ ഈസ് ഡിക്ലെയർഡ് ആസ് റെഫറൻസസ് it becomes an alternative name for an existing variable. A variable can be declared as references by putting ampersand symbol in the declaration. ഈ ആംബസൻഡ് സിമ്പിൾ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇതിന് പറയുന്നത് അഡ്രസ് ഓഫ് എന്നാണ് കേട്ടോ. നോർമലി നമ്മൾ ആംബസൻഡ് എന്ന് പറയുമെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഈ സിമ്പിളിന് പറയുന്നത് അഡ്രസ് ഓഫ് എന്നാണ്. റെഫറൻസ് എന്ന് വെച്ചാൽ മീൻസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് അഡ്രസ് ഓഫ് വേരിയബിൾസിൻ്റെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഫറൻസസ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ എവിടെയാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇൻ കേസ് അവിടെ എന്തെങ്കിലും പ്രോസസ്സിങ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് റെഫറൻസിങ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. നമ്മളുടെ റെഫറൻസിങ്ങിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ആംബസൻഡ് ആണ്. ഈ ആംബസൻഡ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്രസ് ഓഫ് എന്നാണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, റെഫറൻസസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് അഡ്രസ് ഓഫ് വേരിയബിൾസിൻ്റെ അഡ്രസ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഫറൻസസ് യൂസ് ചെയ്യുന്നത്. അഡ്രസ് ഓഫ് എന്ന് പറയുന്ന സിമ്പിൾ, അതായത് ആംബസൻഡ് സിമ്പിളാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പോയിൻറ്റേഴ്സ്. പോയിൻറ്റേഴ്സ് ആർ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് അഡ്രസ്സസ്. അത് നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്റ്റാർ വെച്ചിട്ടാണ് കേട്ടോ. പോയിൻറ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്റ്റാർ സിമ്പിൾ വെച്ചിട്ടാണ്. സ്റ്റാർ സിമ്പിൾ സ്റ്റാർ സിമ്പിൾ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറയും. സ്റ്റാർ സിമ്പിളാണ്. സ്റ്റാർ സിമ്പിൾ ഈസ് കോൾഡ് ആസ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ ഓർ ഡിഫറൻസിങ് ഓപ്പറേറ്റർ. അതിൻ്റെ പോയിൻ്റർ നമ്മൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പ് സ്റ്റാർ നെയിം, ഇതാണ് ഡിക്ലറേഷൻ. പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുന്നത് ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യും, ദെൻ സ്റ്റാർ നെയിം. ഒരു എക്സാമ്പിളാണ് ഇൻറ്റ് സ്റ്റാർ PTR എന്ന് പറയുന്നത്. ഇൻറ്റ് പോയിൻ്റർ, അതായത് പോയിൻ്റർ എന്ന് പറയുന്നത് നോർമലി യൂസ് ചെയ്യുന്നത് സിംപിളി പോയിൻ്റർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം യൂസ്ഡ് ടു ഹോൾഡിങ് അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. റെഫറൻസസ് യൂസ് ചെയ്യുന്നത് വേരിയബിൾസിൻ്റെ അഡ്രസ്സസിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പോയിൻ്റർ യൂസ് ചെയ്യുന്നത് വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
നെക്സ്റ്റ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. C allows the features called type definition, which allows programmers to define their identifier that would represent an existing data type. User defined data types എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി 3 ടൈപ്സ് ഉണ്ട്. സ്ട്രക്ചർ, യൂണിയൻ ആൻഡ് ഇനം. അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ സ്ട്രക്ചറാണ്. യൂണിയനും ഇനം നിങ്ങൾക്ക് അത്രയ്ക്ക് പഠിക്കാനില്ല. പഠിക്കാനില്ല എന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. സ്ട്രക്ചറാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. യൂണിയൻ ഇനം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സ്ട്രക്ചർ മീൻസ് ഇറ്റ്സ് എ പാക്കേജ് ഓഫ് വേരിയബിൾസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് അണ്ടർ എ സിംഗിൾ നെയിം. അതായത് സ്ട്രക്ചർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് വേരിയബിൾസ് ഇൻ എ സിംഗിൾ പാക്കേജ്. ഡിഫറെൻറ്റ് വേരിയബിൾസ് നമുക്ക് ഒരൊറ്റ സിംഗിൾ പാക്കേജിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡൺ ടു ഹാൻഡിൽ ഡാറ്റ എഫിഷ്യൻ്റ്ലി. ഇത് ഇങ്ങനെ സിംഗിൾ സ്ട്രക്ചറായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡാറ്റാസിനെ എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് സ്ട്രക്റ്റാണ്. ഇപ്പം ഡാറ്റാസിനെ എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു കോളേജിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റൊക്കെ നമുക്ക് ഇപ്പോൾ സ്റ്റുഡൻസ് ലിസ്റ്റ് എടുക്കണം. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ സ്റ്റുഡൻറ്റ് ലിസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് റോൾ നമ്പർ, നെയിം, ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പം പിന്നെ കോൺടാക്റ്റ് നമ്പർ പറഞ്ഞേക്കാം. ഇത്രയും കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അത്രയും കുട്ടികളുടെ അടുത്ത് ഇൻഡിവിജ്വലി കൊടുക്കണേക്കാട്ടി നമുക്ക് ഒരൊറ്റ വേരിയബിൾ വെച്ചിട്ട് ഇത്രയും സ്റ്റുഡൻസിനെ നമുക്ക് ഒരു സിംഗിൾ പാക്കേജിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ സ്ട്രക്ട് എന്ന് പറയുന്ന സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് യൂണിയൻ. യൂണിയൻ എന്ന് പറയുന്നത് യൂഷ്വലി എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ യൂസ്ഡ് ഫോർ സ്റ്റോറിങ് വേരിയസ് ഡാറ്റ ടൈപ്സ് ഇൻ ദി സെയിം മെമ്മറി ലൊക്കേഷൻ ആൻഡ് പ്രോഗ്രാമേഴ്സ് ക്യാൻ ഡിഫൈൻ എ യൂണിയൻ വിത്ത് ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ബട്ട് ഓൺലി എ സിംഗിൾ മെമ്പർ ക്യാൻ കണ്ടെയ്ൻ എ വാല്യൂ അറ്റ് എ ഗിവൻ ടൈം. അതുപോലെ തന്നെ ഇനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻറ്റഗ്രൽ കോൺസ്റ്റൻറ്റ്സ് ആൻഡ് ഈച്ച് ഓഫ് ദം ഈസ് അസൈൻഡ് വിത്ത് എ സ്പെസിഫിക് നെയിം. യൂഷ്വലി യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത്, അതായത് ഇനോമറേറ്റഡ് ഡാറ്റ ടൈപ്പിൻ്റെ കീവേഡ് എന്ന് പറയുന്നത് ഇനമാണ്. ഇനം കീവേഡ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ ഇനോമറേറ്റഡ് ഡാറ്റ ടൈപ്പ്. നെക്സ്റ്റ്, ഇൻ C ലാംഗ്വേജ് എ യൂസർ ക്യാൻ ഡിഫൈൻ ആൻ ഐഡൻറ്റിഫയർ, അതായത് ദാറ്റ് റെപ്രസെൻറ്റ് ആൻ എക്സിസ്റ്റിംഗ് ഡാറ്റ ടൈപ്പ്. ഒന്നുകൂടി പറയാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിന് നമുക്ക് ഡിക്ലറേഷനാണ് പറയുന്നത്. ഡിക്ലറേഷൻ ഓഫ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാമെന്നാണ് പറയുന്നത്. യൂസർ ഡിഫൈൻഡ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ടൈപ്പ് ഡെഫ് ടൈപ്പ് ഐഡൻറ്റിഫയർ. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിൻ്റെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ടൈപ്പ് ഡെഫ് ടൈപ്പ് ഐഡൻറ്റിഫയർ. ഇതിൽ ടൈപ്പ് ഈ ടൈപ്പ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് നെയിമാണ്. നമ്മൾ ആ ഡാറ്റ ടൈപ്പിന് കൊടുത്തിരിക്കുന്ന നെയിമിനെയാണ് ഇവിടെ ഐഡൻറ്റിഫയർ എന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിനെ ഡിക്ലെയർ ചെയ്യുന്നത് ടൈപ്പ് ഡെഫ് ടൈപ്പ് ഐഡൻറ്റിഫയർ എന്നാണ്. അതിൽ ടൈപ്പ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡാറ്റ ടൈപ്പിനെയും ഐഡൻറ്റിഫയർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നെയിമുമാണ്. നെയിം ഗിവൻ ടു ദി ഡാറ്റ ടൈപ്പ്. ആ ഡാറ്റ ടൈപ്പിന് കൊടുക്കുന്ന നെയിമിനെയാണ് ഐഡൻറ്റിഫയർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ടൈപ്പ് ഡെഫ് ഇൻ സാലറി. ഇതിൽ ഇൻഡ് എന്ന് പറയുന്നത് ടൈപ്പുമാണ്, സാലറി എന്ന് പറയുന്നത് നെയിമാണ്. ഐഡൻറ്റിഫയറിൻ്റെ നെയിമാണ് സാലറി എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്.